കണ്ണു തുറന്നു നോക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ടാകും. സമസ്ത ഒരു വിഷയത്തിൽ, CIC-യുടെ വിഷയത്തിൽ സമസ്ത ചാടിക്കുടഞ്ഞ് തീരുമാനമെടുത്തതൊന്നുമല്ല. അവരോട് സമസ്ത ഉപദേശിച്ചില്ലേ, നിർദ്ദേശിച്ചില്ലേ? ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർ തയ്യാറാവാതിരിക്കുകയല്ലേ? ആ ഒരു വ്യക്തിയുടെ ശാഠ്യമാണ്. അദ്ദേഹത്തിന് സമസ്തയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു പോകണം. അതിനുവേണ്ടി അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെ പോലും കുരങ്ങ് കളിപ്പിക്കുകയാണ്. അവർക്കത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് കൂടെ നമ്മൾ കേട്ടത്. ആ സമ്മേളനത്തിലൂടെ പുറത്തു വന്നത് ആ ലക്ഷ്യങ്ങളുടെ ചില സൂചകങ്ങൾ മാത്രമാണ്. ഇനി വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് പുറത്തു വരാൻ പോകുന്നതെന്ന്. സമസ്തക്ക് പിഴച്ചു എന്ന് വിശ്വസിക്കണ്ട. രാഷ്ട്രീയം കാണിച്ചാലും സമസ്തയെ ഭയപ്പെടുത്തണ്ട. സമസ്തയും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആ വിഭാഗം ഫിത്ന സംഘം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ ശ്രമിച്ചത്. സമസ്തയെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കണമെന്ന് തന്റെ ശിഷ്യന്മാരോട് അസംബ്ലികളിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത്, ഗ്രൂപ്പ് ചർച്ചകളിലെ റൂമിലെ ചർച്ചകളിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് സമസ്തയെയും ആ രാഷ്ട്രീയ പാർട്ടിയെയും തെറ്റിക്കണം, എന്നാലേ അവർക്ക് ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാം. പക്ഷേ ഇത് തിരിച്ചറിയേണ്ട ചിലർക്ക് ഇത് തിരിച്ചറിയാതെ പോയി. നമ്മളെ അതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് പാടലെടുക്കയിലാണ്. ഈ പ്രഭാഷണത്തിന് ദുബായിൽ കിടക്കുന്ന എന്റെ മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടിയെ കുറിച്ച് എന്നോട് സംസാരിച്ചത് ദുബൈയിലുള്ള KMCC-യുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റായ സലാംഖയാണ്. സലാംഖ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്. അവിടെയുള്ള KMCC-യുടെ സജീവ പ്രവർത്തകനാണ്. എനിക്ക് വേണ്ട ടിക്കറ്റ്, എന്നെ ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നത് വരെ നിരന്തരമായ ഫോൺ കോള്, വലിയ ആവേശത്തോടുകൂടെ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തത് മഞ്ചേശ്വരം മണ്ഡലം KMCC-യുടെ നേതാവാണ്. അദ്ദേഹം കറകളഞ്ഞ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതാണ് ലീഗുകാരൻ, അതാണ് ലീഗുകാരനായ സമസ്തക്കാരൻ, അതാണ് സമസ്തക്കാരനായ ലീഗുകാരൻ, അതാണ് ഞങ്ങൾ. അങ്ങനെയുള്ള സംഘത്തിന് ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ. ഞാനും സലാംഖയും ഒരു പ്രശ്നവുമില്ലല്ലോ. എന്തുകൊണ്ട്? സലാംഖ സമസ്തക്കാരനാണ്, അതോടൊപ്പം രാഷ്ട്രീയക്കാരനാണ്. എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, ഞാൻ സമസ്തക്കാരനാണ്. എന്നാൽ ഒരു നിശ്ചിത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ സമസ്തയിൽ പ്രവർത്തിക്കാവൂ എന്ന ഒരു നിയമാവലി സമസ്തക്കില്ല തന്നെ. രാഷ്ട്രീയമുള്ളവർക്ക് സമസ്തയിൽ പ്രവർത്തിക്കാം, രാഷ്ട്രീയമില്ലാത്തവർക്കും സമസ്തയിൽ പ്രവർത്തിക്കാം. സമസ്തയിൽ പ്രവർത്തിക്കാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാവണം എന്ന ഒരു നിബന്ധന, ഒരു മാനദണ്ഡം ലോകത്ത് ഇന്ന് വരെ ഒരാളും വെച്ചിട്ടില്ലെന്നിരിക്കെ പിന്നെ എന്തിന് സമസ്തയും രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ തർക്കത്തിരിക്കണം? എന്തിന് ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകണം? ആ തർക്കം ഇവിടെ മനഃപൂർവ്വം ഉണ്ടാക്കി തീർക്കുകയാണ്. മഹല്ലത്തുകൾ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, CIC-യുടെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കുതന്ത്രങ്ങളിലൂടെ, കുപ്രചരണങ്ങളിലൂടെ രാഷ്ട്രീയ തന്ത്രം മെനയുകയാണവർ. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം. കോൺഗ്രസുകാർ തിരിച്ചറിയണം, മുസ്ലിം ലീഗുകാർ തിരിച്ചറിയണം, CPM-കാർ തിരിച്ചറിയണം. ഞങ്ങൾ സമസ്തക്കാരാണ്. ഞങ്ങളുടെ നേതാക്കളിൽ കോൺഗ്രസുകാരുണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാക്കളിൽ മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, ഞങ്ങളുടെ നേതാക്കളിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത കണ്ണിയത്തുമാരുണ്ടായിരുന്നു, ഔലിയാക്കളുണ്ടായിരുന്നു. ആ മഹാന്മാരെ മഹബൂബിയങ്ങൾ മാത്രമാണ് ഞങ്ങൾ. ആ മഹാന്മാരെ ഹുബ്ബ് വെച്ചുകൊണ്ട് അവരുടെ വഴിയിൽ സഞ്ചരിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾ. അതിന് മാർഗ തടസ്സം ഉണ്ടാക്കുന്നവർ ഞങ്ങളുടെ മക്കളെ ബിദ്അത്തിലേക്ക് ക്രമേണ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നവരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന കാലോചിതമായ നയങ്ങളും തീരുമാനങ്ങളും അത് ശിരസ വഹിക്കുക എന്നതാണ് ഒരു സമസ്തക്കാരന്റെ ദൗത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുകയും പ്രഗത്ഭരായ ഉസ്താദുമാരെ ഇവിടെ കൊണ്ടുവരികയും അതിന് വലിയ എഫേർട്ട് എടുക്കുകയും ചെയ്ത എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ ഈ പ്രായമായ സമയത്തും കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത്